പ്രഭാകര റോസ്റ്റൊക്കെ ഇട്ട് ഇപ്പോൾ ചെറുതായിട്ട് ഏറിൽ നിന്നൊക്കെ താഴെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ചൂടോടെ ഇതുകൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം എന്ന് വിചാരിച്ച് വന്നതാണ്. ബാലൻ്റെ ഒപ്പീനിയൻ പറഞ്ഞപ്പോൾ ഞാൻ മാത്രമാണ് വേറെ റൂട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ബാക്കി എല്ലാവരും അതിഗംഭീര പടം, വേൾഡ് ക്ലാസ് പടം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാനിപ്പോഴും ബാലൻ എന്നുള്ള സിനിമ ഒരു മോശം സിനിമയാണെന്ന് ഒരിടത്തും ഞാൻ പറഞ്ഞിട്ടില്ല. ഗംഭീര പെർഫോമൻസ് ഉള്ള, അതിഗംഭീര മേക്കിംഗ് മികവുള്ള, ക്ലൈമാക്സിൽ ഒരു തിയേറ്ററിക്കൽ മൊമെൻ്റുള്ള, ഒരു തവണ കാണാവുന്ന ഒരു സിനിമയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റേ അതിഗംഭീരമായിട്ട് ഞാൻ തള്ളിയില്ല എന്നതുള്ളതാണ്. പക്ഷേ പറഞ്ഞല്ല, ഞാൻ നെഗറ്റീവ് അടിച്ചു എന്നുള്ള കമൻറ്റ് അത് ഒക്കെ അവിടെ നടക്കട്ടെ. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ കറക്റ്റ് റിവ്യൂ അങ്ങനെ ഒരു സാധനമില്ല. അത് വെറും മിഥ്യയാണ്. ജെനുവിൻ റിവ്യൂ ഉണ്ട്. അതെങ്ങനെയാണ്? നമുക്ക് തിയേറ്ററിൽ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് വെള്ളം ചേർക്കാതെ അഭിപ്രായം പറയുന്നതിനെയാണ് ജെനുവിൻ റിവ്യൂ എന്ന് പറയുന്നത്. കറക്റ്റ് റിവ്യൂ എന്നൊരു സാധനമില്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ സിനിമ കാണുന്ന പെർസ്പെക്റ്റീവ് അനുസരിച്ച്, സിനിമയെ നോക്കിക്കാണുന്ന പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും അവൻ്റെ റിവ്യൂ. ഇപ്പോൾ ചില റിവ്യൂ ചിലരുടെ അടുത്ത് കറക്റ്റായിട്ട് നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് തോന്നും. നമുക്ക് എന്താണോ തോന്നി അത് തന്നെ അവനും പറയുന്നുള്ളപ്പോൾ അവൻ കറക്റ്റ് റിവ്യൂ ആവും. ഇൻ കേസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അവൻ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ ഇഷ്ടപ്പെട്ടെന്ന് പറയുമ്പോൾ അവൻ പെയ്ഡ് റിവ്യൂവർ ആവും. ഇതാണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് എന്നൊരു സാധനമില്ല. ജെനുവിനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് തോന്നിയത് തന്നെയാണ് പറയണമെങ്കിൽ ജെനുവിനാണ്. അത് മാറിയും തിരിഞ്ഞും വരും. ഇപ്പോൾ ഏത് റിവ്യൂവേഴ്സ് ടോപ്പ്, ഇപ്പോൾ കോഴിക്കോടൻ ആരാണെങ്കിലും ഭരദ്വാജ് രംഗൻ ആരായാലും അവർ പറയണതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനങ്ങനെ വിടുക. ഞാനിങ്ങനെ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് അവൻ അത്രയും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ അമ്മക്കിട്ട് കയറി അവനെ പെയ്ഡാക്കാനുള്ള പരിപാടി അത് നല്ല ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇനി ഇതിൽ വേറൊരു വശം, നമുക്കൊരു സിനിമ കണക്റ്റായി ഇമോഷണലി. ഞാൻ എപ്പോഴും പറയണം, സംവിധായകനും കാണുന്ന പ്രേക്ഷകനും തമ്മിലുള്ളൊരു പാലമുണ്ട്. ഈ ബ്രിഡ്ജ് കണക്റ്റായി കഴിഞ്ഞാൽ ഇവൻ ഈ സിനിമയ്ക്കകത്ത് കയറിപ്പോവും, ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ ആ പടത്തിൽ വരുന്ന ഫ്ലോസ് ഒന്നും അവനവിടെ നെഗറ്റീവ് ആവത്തില്ല, അവനെ ശ്രദ്ധിക്കത്തില്ല. കാരണം സിനിമ കണക്റ്റായിരിക്കുകയാണ്. ഇത് ഒരുപാട് പേർക്ക് പല രീതിയിൽ പല സിനിമകൾക്ക് മാറിയും തിരിഞ്ഞും വരും. ഇൻ കേസ് ഇത് കണക്റ്റ് ആയില്ല എന്ന് വെച്ചോ, അവന് മുഴച്ചേക്കുന്നത് ഇതിൻ്റെ ഇല്ലോജിക്കൽ കാര്യങ്ങളും നെഗറ്റീവ് മാത്രമായിരിക്കും അവൻ്റെ മുഴച്ചേക്കുന്നത്. ഈ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇനി ഇതിൻ്റെ വേറൊരു കേസ്, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കണക്റ്റായ സിനിമയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ലോജിക്കൽ എററോ പ്രശ്നങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും, ഒരു ന്യായീകരണം ഉണ്ടാവും. ഇതിങ്ങനെ കൊണ്ടാണ്, അതുകൊണ്ട് നമ്മൾ സ്വയം നമ്മളെ മനസ്സിനെ പറഞ്ഞങ്ങ് കൺവിൻസ് ചെയ്യും. ഇത് മറ്റവൻ്റെ അടുത്ത് പറയുന്നത് അവന് കൺവിൻസ്ഡ് ആവില്ല. അത് ഒരുപാട് ഉദാഹരണം പറയാം. ഇപ്പോൾ ദൃശ്യം 3 ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിലുള്ള ഒരു പ്രശ്നം ആയിട്ട് നമ്മൾ പറയുന്നത്, പ്രഭാകരൻ തന്നെയാണ് ആ കല്യാണം കൊണ്ടുവന്ന് നടത്താൻ വേണ്ടി നിൽക്കുന്നതും പ്രഭാകരൻ തന്നെയാണ്. എന്നാൽ ആ പ്രഭാകരൻ തന്നെയാണ് ആ കല്യാണം അന്നേ ദിവസം മുടക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ ശരിയാവും എന്നുള്ള ഒരു ചിന്ത വരാം. അതിന് ഈ കണക്റ്റായവർക്കൊരു പെർസ്പെക്റ്റീവ് വേണമെങ്കിൽ പറയാൻ. കാരണം അയാളുടെ മനസ്സിൽ അവിര എന്നുള്ളൊരു പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇന്നല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. കാരണം അവിര കയ്യിൽ തന്നെ ഉണ്ട്. മറ്റത് കിട്ടി അതുവഴി ഇവർ ജയിലിൽ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അത് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾ നോക്കിയതായിരിക്കും. അവരെ എപ്പോൾ വേണമെങ്കിലും കെട്ടിക്കാമല്ലോ. 2, ഇവക്ക് ഇങ്ങനെ മാനസികമായിട്ട് ഇവൾ വയലൻ്റ് ആവും എന്നുള്ളൊരു സാധനം ആദ്യമേ കോടതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് അവിരയുടെ കേസ് വരുമ്പോൾ അത് ബലപ്പെടും. ഈ ഒരു ലോജിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ അതും കൺവിൻസ്ഡ് ആകുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സിനിമ അത് ആ ഭാഗം കണക്റ്റ് ആവുന്നതുകൊണ്ട് എനിക്കത് കൺവിൻസ്ഡ് അല്ല. അങ്ങനെ മാനസിക പ്രശ്നമുണ്ട് എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് എളുപ്പമാവുകയല്ലേ ഉള്ളൂ. കേസിൽ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ടാണുള്ള ഇങ്ങനെ ചെയ്യുന്നുള്ള സാധനം വീണ്ടും ഉള്ള ശിക്ഷ കുറയല്ലേ ഉള്ളൂ. ഇങ്ങനെ പല രീതിയിൽ ചെയ്യാം. അതുപോലെ പാട്രിയറ്റ് എനിക്ക് വർക്കായ സിനിമയാണ്. പാട്രിയറ്റിലുള്ള ഒരു പറയുന്നത് പറഞ്ഞാൽ, ഇത്രയും വലിയ ടെക്കി IT പ്രൊഫഷണൽ സൈബർ സെക്യൂരിറ്റിയൊക്കെ ആയിട്ടും കുഞ്ചാക്കോ ബോബൻ റെൻറ്റിന് കാർ എടുത്തു, മണ്ടൻ എന്ന് പറഞ്ഞിട്ട് ട്രോളുന്നത് കണ്ടായിരുന്നു. എടാ, അത് ഓൾറെഡി ആ മോഹൻലാലിൻ്റെ കഥാപാത്രം അവിടെ പറയുന്നതാണ്. ആ മണ്ടത്തരം കാണിച്ചു ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ. ഞാൻ പറയുന്ന ജസ്റ്റിഫിക്കേഷനാണ്, മണ്ടത്തരം കാണിച്ചു. അത് മണ്ടത്തരമാണെന്ന് എഴുതിയ ആൾക്കും അറിയാം. മോഹൻലാൽ അവിടെ പറയുന്നുണ്ട്. അത് മോഹൻലാൽ അവിടെ പറയാതിരുന്നിരുന്നെങ്കിൽ ഈ പുറകെ ഫോളോ ചെയ്തു വരുന്ന ആൾ എങ്ങനെ ഫോളോ ചെയ്തു വന്നതാണെന്ന് ഈ കാണുന്നവന്മാർ ഗണിച്ചു കണ്ടുപിടിക്കുമോ? ഇല്ല. അപ്പോൾ ഓൾറെഡി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ചാക്കോ കാണിച്ചൊരു മണ്ടത്തരമാണ്. അപ്പോൾ പിന്നെ വീണ്ടും അതിൻ്റെ പുറത്ത് ട്രോളുന്നതിൻ്റെ യുക്തി നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി ഞാൻ പ്രൊഫഷ പറയാം, എനിക്ക് ഒരു കുട്ടികളുടെ സിനിമ എന്ന നിലയ്ക്ക് ആ വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ എനിക്ക് തിയേറ്ററിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ എല്ലാവരും ട്രോളുന്ന ഒരു ഇതുണ്ട്. മോഹൻലാൽ ഇങ്ങനെ കയറി മറ്റേ ചുമരിലിരിക്കണ ഒരു സാധനമുണ്ട്. ഇതൊക്കെയാണ് VFX, കോടികളുടെ VFX ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ചോദിക്കാം, ഇത് കുട്ടികളുടെ സിനിമയാണ്. ഇതൊരു റിയലിസ്റ്റിക് ആയിട്ട് ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടണമെന്നില്ല. അവർക്കെപ്പോഴും കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. മനസ്സിലായ? ടോം ആൻഡ് ജെറിയിൽ ഈ തലയിൽ ചുറ്റിയിൽ ചടിക്കുമ്പോൾ ഇങ്ങനെ ചപ്പിയിരിക്കണം. അല്ലാതെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് കാണിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല.
അവിടെ ചണങ്ങി പോകാനായിട്ട് കാണിക്കണം, അപ്പോഴേ അവിടെ ഒരു കോമഡി വരത്തുള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് പല രീതിയിൽ ഇത് പറയാം. അതുകൊണ്ട് ഇത് ആരുടെ ശരി തെറ്റ് എന്നൊന്നും ഒന്നുമല്ല ഞാൻ വാദിക്കാൻ വന്നത്. എനിക്ക് എന്തുകൊണ്ട് കണക്റ്റ് ആയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഈ പടത്തിൽ ഇമോഷണൽ കണക്ഷൻ എനിക്ക് ഈ ബാലൻ എന്നുള്ള സിനിമയിൽ വർക്കായിട്ടില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ബാലൻ എന്ന സിനിമ ഇപ്പോൾ ഇത്രയും ദിവസം ആയില്ലടേ, ഇനി ചെറിയ സ്പോയിലറൊക്കെ പറയാം. അതിൻ്റെ കുറച്ച് ഡീപ്പായിട്ട് നമ്മൾ സംസാരിക്കും. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണരുത്, നിങ്ങൾ സിനിമ കണ്ടിട്ട് വന്ന് കാണുക. എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ. ഒന്നാമത്, ഇതിനൊക്കെ പല പലത്തിലുള്ള ജസ്റ്റിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, ന്യായീകരണങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ഞാൻ കൺവിൻസ്ഡ് അല്ല. ഒന്ന്, ഇവർ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ന്യായീകരണം, അവരിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. അവർക്ക് അമ്മയും മകളും മാത്രം മതി, വേറെ ആരും ആ വേൾഡിൽ വേണ്ട. എപ്പോഴെങ്കിലും ആരെങ്കിലും ഇവരുടെ അടുത്ത് ഒരു സ്നേഹമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇവരുടെ അടുത്ത് ഒരു ശത്രുത എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ ആ സിറ്റുവേഷൻ മാറിയിട്ട് ഐഡൻറ്റിറ്റി ചേഞ്ച് ആയി വേറെ ഒരിടത്ത് പോകും. ഇതിൻ്റെ ആവശ്യം എന്തുവെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓൾറെഡി ഇവർ ഒരു മർഡർ ചെയ്തിട്ട് ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ ശിക്ഷ കഴിഞ്ഞ് വരുമ്പം അവരുടെ പാസ്റ്റിലാണ് ആ പ്രശ്നമുള്ളത്. അവർ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്തോ, ഭൂതകാലം അവർക്ക് വേണ്ട, അത് മറക്കുകയാണ്. അവർ പുതിയ ഐഡൻറ്റിറ്റി ജീവിച്ചോട്ടെ. അവർക്ക് വേറെ ആരെങ്കിലും കണക്ഷൻ വരുമ്പം അവരവിടെ സ്ഥലത്ത് നിന്ന് വിട്ട് പോയിക്കോട്ടെ. അവിടെ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും. കാരണം ഈ രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയിൽ ഇവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഓൾറെഡി ഉള്ളത് മാർക്ക് ആ പേരിൽ തന്നെ വേറെ ഒരിടത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇപ്പം ഈ സംഭവം മനുഷ്യരെന്ന് പറഞ്ഞാൽ ഒരിടത്ത് സ്റ്റാറ്റിക്കായിട്ട് ഇരിക്കുന്ന ആൾക്കാരല്ല. അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ഇവരെ കാണുമ്പോൾ ഇവരെ വേറൊരു പേരിൽ മുമ്പ് കണ്ടിട്ടുണ്ടെന്ന് അറിയുമ്പോഴല്ലേ കൂടുതൽ പ്രശ്നങ്ങൾ ഇപ്പം പോകുള്ളൂ. അപ്പോൾ അവർ പോകുന്നിടത്തെല്ലാം പ്രശ്നം ഉണ്ടാക്കാൻ കണക്കാക്കി പോകുന്ന കഥാപാത്രമാണോ? ഇനി ഈ പടത്തിൽ അന്ന് വന്നവരുടെ അമ്മയുടെ സ്നേഹം, ഏതറ്റം വരെ പോകുന്ന അമ്മ സ്നേഹം, മറ്റേ KGF-ൻ്റെ വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെറേറ്റീവ്സ് ഉണ്ടായി. എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒരു സൈക്കോ തള്ളയാണ് ഇവർ. ആ കൊച്ചിനെ അവൻ്റെ ലോകത്തേക്ക് വളർത്തി വിടാതെ, ഇവരെ മാത്രം വെറും വാശി ഉണ്ടാക്കി അവനെ കളിക്കാൻ വിടാതെ, അവനെ പഠിക്കണമെന്ന് പറയുമ്പോൾ അവനെ എതിർത്ത് നിൽക്കുന്ന, അവരുടെ ചട്ടക്കൂടിൽ മാത്രം ഒതുക്കി നിർത്തി ഒരു ടോക്സിക് പാരൻറ്റിങ്ങാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രാക്ഷസൻ്റെ കഥ അവിടെ എന്ത് പറഞ്ഞോ, ആ രാക്ഷസൻ്റെ വേറൊരു വെർഷനാണ് ഇവർ ആ ചെറുക്കൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വ്യഭിചരിക്കാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇവരുടെ ഈ കോപ്രായം കാരണം ചെറുക്കൻ കള്ളനായി, അതിന് കുഴപ്പമില്ല. ഈ ഒരു തരത്തിൽ എങ്ങനെയുടെ എനിക്ക് അമ്മ പാസം അവിടെ കണക്റ്റ് ആവും? എനിക്കത് കണക്റ്റ് ആവത്തില്ല. കണക്റ്റ് ആവരുണ്ടാവും, ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. എനിക്കവിടെ അമ്മ ഭയങ്കര ടോക്സിസിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആരെങ്കിലും അവരുടെ അടുത്തൊരു സ്നേഹത്തിൻ്റെ നന്മയുടെ ഒരു ഇത് വയ്ക്കുമ്പോഴേക്കും അവരെ മുഖത്ത് തുപ്പിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കഥാപാത്രം, ആരടുത്തും ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്ത, ആരടുത്തും അനുകമ്പയില്ലാത്ത ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ അടുത്ത് എനിക്ക് പാസം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ അത് അമ്മച്ചിയുടെ അടുത്ത് മാത്രം ഒരു പ്രത്യേക പാസം. അമ്മച്ചി മരിച്ചതൊക്കെ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത്. മറ്റേ പഴയ സിനിമയിലുണ്ടല്ലോ, മടി കിടന്ന് മരിക്കുമ്പോൾ മറ്റേ മൂകാംബികയിൽ ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ കള്ളമാണ്, എനിക്ക് വേറെ ഭാര്യ മക്കളുണ്ട്, നീ അവരെ നോക്കിക്കൊള്ളുന്ന വാക്ക് കൊടുത്തിട്ട് പോകുമ്പോഴത്തെ ഒരു ക്ലീശയം പറയണം. അമ്മച്ചിക്ക് മരിക്കേണ്ട ഒരു ആവശ്യമില്ല, അവിടെ വെറുതെ ഒരു സാധനം. അവിടെ ഓക്കെ, അമ്മച്ചി പറഞ്ഞ പോലെ കുഴിച്ചിട്ട് വാഴയും വെച്ചിട്ട് ഇവർക്കങ്ങ് പോയാൽ പോരെ, ഇവരെന്തിനാ അവിടെ കയറി ഇരിക്കുന്നേ? അമ്മച്ചിയുടെ അടുത്ത് അപ്പോൾ കണക്ഷൻ ഉണ്ടോ, ഇമോഷണൽ കണക്ഷൻ അമ്മച്ചിയുടെ അടുത്ത്? ഇവർക്ക് ആർക്കും ഇല്ലെങ്കിൽ പിന്നെ അവർ അമ്മച്ചിയുടെ അടുത്ത് കാണിക്കേണ്ട കാര്യം എന്തുവാ? അമ്മച്ചിയുടെ ആത്മഹത്യ അങ്ങനെ ഒരു വഴിക്ക് പോകുന്നു. ശരി, അവർക്കറിയാമല്ല, എപ്പോഴായാലും ആൾക്കാർ അന്വേഷിച്ച് വരും. അപ്പം അമ്മച്ചി ഇല്ലായിരുന്ന ഇവർ കൊന്നല്ലേ അവരെ തലയിൽ വരുള്ളൂ. അപ്പം എന്താ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി പറഞ്ഞ എന്തുവാണ്? അമ്മച്ചിയുടെ അടുത്ത് വാക്ക് വലിക്കണമെങ്കിൽ മരണസമയത്ത് ആരും അറിയണ്ട, ഇങ്ങനെ സംഭവം കഴിഞ്ഞ് നമ്മൾ കുഴിച്ചിട്ടുണ്ട്, വിളിച്ച് അറിയിക്കാമല്ലോ. അവർ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയാൽ എന്തൊരു എവിടെ കുറ്റമാണെന്ന് പറയൂ? അങ്ങനെയൊന്നും പറയത്തില്ല. പകരം ഒരു സാധു സ്ത്രീയെ, ഒരു മാനസിക നില തെറ്റിയ സ്ത്രീയെ കൊലപാതകയാക്കി ജയിലിൽ അടച്ചവൾ, അങ്ങനത്തെ ഒരു ടോക്സിക് തള്ള. ഇപ്പം ഇവിടെ ബീന ഇവരാരാണെന്നോ എന്താണെന്നോ ലോകത്താർക്കും അറിയണമെന്നാണ് പറയണത്. പോലീസുകാർക്ക് പോലും ഇവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ആ ഇടയ്ക്ക് ബീന ആൻ്റണി കറക്റ്റാണ് വീട്ടിൽ അന്വേഷിച്ച് വന്നിരിക്കണം. എങ്ങനെ അന്വേഷിച്ച് വന്നത്? ഇവരവിടെയാണ് താമസിക്കുന്നത്, ആർക്കും അറിയത്തില്ലല്ലോ. പക്ഷെ ബീന ആൻ്റണി അവിടെ എത്തിയിട്ട് ആ വീട് മൊത്തം തപ്പറുണ്ട്. ആ മാനസിക പ്രശ്നമുള്ള ആ സ്ത്രീ അവിടെ ഒന്നും കാണാനില്ല. എവിടെയെങ്കിലും എന്താ, നമ്മളതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണ്ട. കാരണം നമുക്ക് ഇമോഷണലി കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അവരവിടെ വന്നിട്ട് അതങ്ങനെ മരണം കഴിഞ്ഞിട്ട് 2 മരണമാണ്. നന്ദി രാത്രി തന്നെ എല്ലാവരും അറിഞ്ഞു. അമ്മച്ചി മിസ്സിംഗ് ആണ്. അമ്മച്ചിയെ ഈ വാഴക്കടിയിലുണ്ടെന്നുള്ളത് ആര് കണ്ടുപിടിച്ചത്? അമ്മച്ചിയെ കൊന്നു എന്നുള്ളതിന് പ്രൂഫ് എവിടെയാണ്? അന്ന് രാത്രി തന്നെ അത് 2 മരണമെന്ന് അവരങ്ങ് സ്ഥാപിച്ചിരിക്കുകയാണ്. അമ്മച്ചി വേറെ എവിടെയെങ്കിലും കടത്തിയതാണെങ്കിൽ അമ്മച്ചിയെ കൊന്നു അങ്ങതായി. ഇനി പവിത്രൻ്റെ കേസ് എടുക്കാം. പവിത്രൻ ഭയങ്കര വൃത്തികെട്ട മനുഷ്യനാണ് എന്നൊക്കെ പറയുമ്പോഴും പവിത്രൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കൂടിയാണ് ഞാൻ ആ സിനിമ കണ്ടത്. പവിത്രൻ അവസാന സമയത്ത് കുറച്ച് അവൻ്റെ ഈഗോ പരിപാടി കാണിക്കും. പക്ഷേ ആദ്യ സമയത്ത്
എല്ലാവരും പറയുന്നത് പവിത്ര കള്ളനാണ് മറ്റേന്ന് പറയണല്ലാതെ അവൻ്റെ സ്വഭാവത്തിൽ അങ്ങനെയൊന്നുമില്ല. അവൻ സിസിലിയെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. ഇപ്പോൾ സിസിലിയുടെ പേരവൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് സിനിമയിൽ. സിസിലി ഏൽപ്പിച്ചിട്ടാണ് പോയത് ആ കൊച്ചിനെ. സിസിലി നോക്കേണ്ട സിസിലിയുടെ ഉത്തരവാദിത്വമാണ്. അവൻ സിസിലി ഏൽപ്പിച്ചത് അവനും സിസിലിയും മാത്രമേ അറിയാവൂ. വേറെ പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ സാധനം ഇവൻ്റെ തലയിൽ വരേണ്ട കാര്യമില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നല്ലേ പോയത്. പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാർക്കും അവിടെ ഉത്തരവാദിത്വമുണ്ട്. അവിടെ ഇദ്ദേഹം പവിത്രം പറയുന്നത് എൻ്റെ കയ്യിൽ നല്ല ചാടിപ്പോയി എന്നാണ് പറഞ്ഞത്. അല്ല സിസിലിയുടെ പേരെടുത്ത് പറയുകയോ അവളെ കാട്ടി കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവളോടെ നീ എന്നെ വഞ്ചിച്ചു. എന്ത് വഞ്ചന? ഇവളെ കാണിച്ചാലല്ലേ. ഇവളൊരു പോലീസ് ഓഫീസറല്ലേ, അവളെ ഉത്തരവാദിത്വം അവിടെ നിർവഹിക്കണ്ടേ. എന്ത് ഇതാണെങ്കിലും അവളെ പേരവൻ എടുത്ത് പറഞ്ഞില്ല. അവിടെ എനിക്കതിൽ അവൻ്റെ ഭാഗത്ത് ന്യായമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവൻ അവിടെ ഒരു വില്ലനായിട്ടോ ക്രൂരനായിട്ടോ ഒന്നും കാണാനൊന്നും എനിക്ക് അവിടെ തോന്നിയില്ല. അവൻ്റെ വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ അവൻ അവൻ പ്രതികാരം ചെയ്ത് ഒരു ഭ്രാന്താശുപത്രി കിടന്ന് ഇവരെ പിടിച്ച് വേറെ ഭ്രാന്താശുപത്രിയിൽ അവൻ കൊണ്ടാക്കിയെന്ന്. അതാണ് അവൻ്റെ പ്രതികാരം. ഭയങ്കര അവർ മറ്റിടത്തിനെ കിടന്ന ഇപ്പം എന്തിനായിരുന്നു. അപ്പോൾ പറയും ഇവൻ്റെ ഈഗോയെ ഇവൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ്റെ കീഴിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ള ഒരു സാധനം, ഒരു ആനന്ദം അവന് കിട്ടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്താലും എനിക്കതൊട്ടും ജസ്റ്റിഫിക്കേഷനായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെ നമുക്ക് സിനിമ ഇഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മൾ വായിച്ചെടുക്കുന്ന നമ്മുടെ ഒരു നരേറ്റീവ് എന്നുള്ളൊരിതേ ഉള്ളൂ. ഇതിലേറ്റവും വലിയ ഡ്രോബാക്ക്, ഇതിലേറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് ഇത് ഇവൾ നേരെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഇവർ വരുമ്പോൾ ആ പെണ്ണിനെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തുക, ഇവൾ ബാക്ക് വഴി അപ്പം തന്നെ തുണി സാധനം എടുത്ത് മുങ്ങയാണ്. ബാക്ക് വഴി മുങ്ങിറ്റ ചെറുക്കൻ വൈകുന്നേരം വരെ അവിടെ നിന്ന് പോട്ടെ, ഒരു അരമണിക്കൂറോ 45 മിനിറ്റോ നടക്കാറുണ്ടെങ്കിൽ പോലും അവിടെ പോയിട്ട് ആ ചെറുക്കനെ കാണാനുള്ള സമയം അവർക്കുണ്ട്. ചെറുക്കനെ അവരെ ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൂ. അവർക്ക് കണ്ടുപിടിക്കാം. അതിൽ കാണിക്കുന്നുണ്ട് ഈ വയ്യാത്ത മാനസിക പ്രശ്നമുള്ള പെണ്ണിനെ ഇതിൻ്റെ ഫ്രണ്ടിൽ തള്ളിയിട്ട് കൊടുത്തിട്ട് ഇവർ ബാക്കിൽ ചെറുക്കൻ്റെ 2 തുണി എന്തോ എടുത്ത് സഞ്ചിയിലാക്കിക്കൊണ്ട് ബാക്ക് വഴി കണ്ടം വഴി ഓടുന്നത് കാണിക്കുന്നുണ്ട്. അവിടെ നിന്ന് പോകാൻ എത്ര ഒരു 45 മിനിറ്റോ അരമണിക്കൂർ എങ്ങാണ്ടോ ഡിസ്റ്റൻസ് ഉള്ള അവിടെ ആയിരിക്കും ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ അവിടെ വരെ ഓടി ആ ചെറുക്കൻ രാത്രി വരെ അവിടെ ഉണ്ടായിരുന്നു. വേണ്ട, അതിൻ്റെ ഇടയ്ക്ക് പോലീസ് വന്നു. പക്ഷേ പുറകെ പോകാമല്ലോ. പുറകെ പോയിട്ട് രാത്രി അവൻ അവിടെ നിന്ന് ചാടണ സമയത്തെങ്ങാനും ഒക്കെ രക്ഷിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ട്രാക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ടത് ചെയ്തില്ല. അപ്പം ഇതിൽ ഉണ്ണി വ്ളോഗ്സ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടത്, അത് അവർ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ സാധനങ്ങൾ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരണതിൻ്റെ ഇടയിൽ ഒരുപാട് ലഗേജൊക്കെ ഉണ്ടാവും. ആ ലഗേജും വെച്ചുകൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ടായിരിക്കും എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് മറ്റേ CID മ്യൂസിയയിൽ അയ്യോ TV, അയ്യോ എൻ്റെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് മിക്സി എന്ന് പറഞ്ഞിട്ട് ബിന്ദു പണിക്ക് വരുന്ന സമയത്ത് ജഗതി ചേട്ടായി കൊച്ചിനെ ഇടറിയെന്ന് പറയുമല്ല. എനിക്ക് ആ സീനാണ് എനിക്കവിടെ ഓർമ്മ വന്നത്. ആ കൊച്ചിൻ്റെ ഒരു ഫോട്ടോ കാണിച്ച് സ്കൂളിൽ പോയി സ്കൂളിൽ അവർ ഐഡൻറ്റിഫൈ ചെയ്യും, ഇന്ന കൊച്ചാണ്. അപ്പോൾ ഈ കൊച്ചിനെ വെച്ചുകൊണ്ട് ഈ അമ്മയ്ക്ക് അവിടെ ബസ് കയറാൻ നിൽക്കണതൊക്കെ ബാക്കിയുള്ളവർ കണ്ട് ഉണ്ടാവും. അപ്പം ആ അറസ്റ്റ് ചെയ്ത പെണ്ണല്ല ഇതെന്നുള്ളതൊക്കെ അവിടെ നാട്ടുകാർക്ക് മനസ്സിലാവാനുള്ള കാര്യമുള്ളൂ, എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം ഇനി ചെറുക്കനെ തുണിയും മാറ്റിയിട്ടും അതുകൊണ്ട് തന്നെ ഒരു പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ തന്നെ ഇത് മനസ്സിലാവും. അല്ലാതെ തന്നെ പോലീസുകാർക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെ കൊലപാതകം നടത്തിയ അവരുടെ മകനാണിതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. വീട്ടിൽ നിന്ന് തുണിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല. ആകെപ്പാടെ എന്തുവാണ് സ്കൂൾ ബസ്സിൽ ചെറുക്കാൻ പോകുന്നുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാത്രമാണ് ഉള്ളത്. ഇതൊന്നും ലോജിക്കലി കണക്ട് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ സിസിലിയുടെ കേസ്, സിസിലിയുടെ ഇത് എനിക്ക് ഒരു 50% എനിക്ക് ഉറപ്പുള്ളൂ കേട്ടോ. ഞാൻ അന്ന് കണ്ട ഒരു ഓർമ്മയിൽ പറയുകയാണ്, സിസിലിയെ കല്യാണം കഴിച്ചത് ഗിരീഷ് ഷേഡി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഫേസ്ബുക്ക് സ്ക്രോൾ എന്തോ കാണിക്കുന്നുണ്ട്. ഫ്രാൻസിസ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ സിസിലി ഫ്രാൻസിസ് എന്നാണ് ആ പ്രൊഫൈൽ നെയിം ഉള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ എന്നെ തള്ളക്കി വിളിക്കരുത്. അപ്പോൾ സിസിലിയെ ഗിരീഷ് ഷേഡിയാണ് കെട്ടിയതായിട്ട് കാണിക്കുന്നതെങ്കിൽ അതിൽ എന്ത് കാര്യമുണ്ട്? അതിൽ ഓൾറെഡി ഇവൻ്റെ കൂടെ നടക്കണം എന്നുള്ളത് അവനറിയാം. എന്നിട്ട് അവൻ അങ്ങ് കെട്ടുകയാണ്. അവന് സിസിലിയുടെ അടുത്തൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അത് കെട്ടിയെന്നും വച്ചിട്ട് വേറെ ആര് കെട്ടിയെന്ന് കാണിച്ചാലോ ഇവിടെ ഒരു റിലവൻസും ഇല്ല. വെറുതെ ഗിരീഷ് ഷെഡി ഉണ്ടല്ലോ, കെട്ടിക്കോട്ടെ, ക്യാമറയും കൂടെ ചാടട്ടെ, ആ ഒരു സെറ്റപ്പ്. അങ്ങനെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതങ്ങനെ പോയി പിന്നെ ടൊവിനോ വരുന്നു. ടൊവിനോയെ കാണിക്കുമ്പോൾ തന്നെ ടൊവിനോയുടെ ഒരു ഫിസിക്കും മേക്കപ്പൊക്കെ വെച്ചിട്ട് പുള്ളി ഒരു കീടം ഒരു സാധനം ലോക്കൽ പരിപാടി ആണ്. പക്ഷേ സംസാരത്തിലൊന്നും എനിക്കത് ഡയലോഗ് ഡെലിവറിലൊന്നും എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അതല്ല വിഷയം. ടൊവിനോ പറയുന്നു നിൻ്റെ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. അത് പറയണ ഒരു കാരണമില്ല അവിടെ. വെറുതെ ചെറുക്കം വന്നപ്പോൾ പറയണേ എടാ അമ്മയെ ഞാൻ കണ്ടുപിടിച്ചത് കേട്ടോ, വെറുതെ കാഷ്വലിറ്റൊക്കെ പറയണം. എങ്കിൽ പിന്നെ ഇവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ സമയത്ത് പറയണമെങ്കിൽ അതിനും മാത്രം ഒരു കാരണം അവിടെ വേണം. അതും ഇല്ല, ചുമ്മാ അങ്ങ് പറയരുത്. അതായത് ഇത്രയും ദിവസം അറിയാന്നിട്ട് ഒരു സസ്പെൻസ് ത്രില്ലർ കളിക്കാൻ നോക്കി ജയിലിൽ പോയ ഒരുത്തൻ്റെ അവസ്ഥ. ജയിലിൽ പോകാത്തൊന്നുമില്ല, ചെറുക്കൻ താക്കോല് കൊണ്ട് കൊടുക്കുന്നുണ്ട്.
പോലീസിനെ ഇങ്ങനെ തട്ടിയിട്ട് അവനെ ഒന്ന് താക്കോല് തൂക്കി ടോമിനേരെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അവൻ രക്ഷപ്പെട്ടോളും. അത് വേറെ, അത് ഡയറക്ടർ ബ്രില്യൻസാണ്, അതിനെ ഞാൻ ഒന്നും പറയില്ല. പക്ഷേ ഇവൻ ഇങ്ങനെ ഇത് പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അങ്ങനെ പോയിട്ട് ലാസ്റ്റ് വന്ന് നിന്നിട്ട് അവിടെ കാണിക്കുന്നത് അമ്മ വരുമെന്ന് പറഞ്ഞില്ലേ, അമ്മയുടെ വാക്ക് എത്രയായാലും അമ്മ ഇവിടെ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന സമയത്ത് അവിടെ വർക്കൗട്ടാവുന്ന ഇമോഷൻ അമ്മയ്ക്ക് മകൻ്റെ അടുത്തുള്ള സ്നേഹമാണ് അവിടെ കാണിക്കുന്നത്. പക്ഷേ അത് കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞാൽ ടോക്സിക്. ഈ ടോക്സിസിറ്റി ആ സമയത്ത് നമുക്ക് കണ്ട് ഫീലിങ്സ് വരണം. അമ്മ അയ്യോ ഏതറ്റം വരെ പോകുന്ന അമ്മ, ഭൂമിയിൽ അമ്മയേക്കാൾ വലിയ പോരാളി വേറെ ആരുമില്ല. ആ ഒരു സാധനം എനിക്ക് അവിടെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സാധനമാണ്. തിയേറ്റർ ഹൈ മൊമെൻ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കണം. പക്ഷേ കഥയെ നോക്കുമ്പം അവനെ എളുപ്പത്തിൽ അവനെ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവൻ കറക്റ്റായിട്ട് അവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു കുറ്റി അടിച്ചിരിക്കുന്നു. അപ്പം ഈ പശുവിനെ മാച്ചോണ്ടിരിക്കുമ്പം ഞാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ള പ്രതീക്ഷയിരിക്കുകയായിരുന്നു. അതുള്ളൂ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, ഞാൻ സ്പോയിലർ പറയുന്നുണ്ടെന്ന്. ഞാൻ എന്ത് സ്പോയിലർ പറയുന്നത് എനിക്കറിയത്തില്ല. ഇവർ ജയിലിൽ നിന്ന് ഇറങ്ങി അമ്മയും മകനും എന്ന് പറയുന്നത് ഫസ്റ്റ് സീനാണ്, അത് പ്ലോട്ടാണ്, അത് പ്രിമൈസ് പറയണതിന് എങ്ങനെ കഥയാവണത്. ഞാൻ അതിനുശേഷം ട്രെയിലർ കണ്ട് നോക്കിയപ്പം അവർ ഈ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിലറിൽ തന്നെ അവർ പറയുന്നുണ്ട്. ട്രെയിലറിൽ മർഡർ നടന്നത് വരെ കാണിക്കുന്നുണ്ട്, ബ്ലഡൊക്കെ തൂത്ത് കളയുന്നത്. അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നിട്ട് ഞാൻ സ്പോയിലർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ്റെ അഭിപ്രായം പറയണം. വന്ന് നിന്നിട്ട് ബാലൻ ഞാൻ കണ്ടത് കേട്ടോ 5-3.5 കഴിഞ്ഞ് എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. പിന്നെ ഞാൻ തമ്പനയിൽ ചേഞ്ച് ചെയ്ത്, അത് ശരിയാണ്, അതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. കാരണം ഞാൻ ഈ സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ബാഹുലിൻ്റെ ഒരു പരിപാടിയുണ്ട്, ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഒരു സാധനം ഇടുക, അതിൽ നമുക്കൊരു ഹൈ ഇട്ട് അതേ ഒരു സ്ട്രക്ചർ അവർ കീപ്പ് ചെയ്ത് എനിക്ക് തോന്നിയുകൊണ്ട് ബാഹുലിനെ പഠിച്ചതാണെന്നുകൊണ്ട് ഞാൻ ഇട്ടത്. പിന്നെ കോക്കണ്ണനൊക്കെ പറഞ്ഞ് അതങ്ങനെ ചെയ്യണം ശരിയല്ല. ഒരാളുടെ ക്രിയേറ്റിവിറ്റിയെ മറ്റൊരാളുമായിട്ട് ഇത് താരതമ്യം ചെയ്തിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയണത്, പ്രത്യേകിച്ച് ഇവരൊക്കെ ഓൾറെഡി പ്രൂവണാണ്. ഈ ചിദംബരം ആയാലും ഈ ക്രൂ മൊത്തം അത്രയും എക്സ്ട്രാ ഓർഡിനറി ക്രൂ ആണ്. അവരുടെ ഒരു ക്യാപ്പബിലിറ്റിയെ ഞാൻ ചെറുതായി കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിയതുകൊണ്ടാണ് ഞാൻ തമ്മിൽ മാറ്റിയത്. അതിൻ്റെ തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നത്. ബാക്കിയൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല. പിന്നെ നീ റിവ്യൂ നിർത്തി പോടാ, നിനക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ വരണവന്മാരുടെ അടുത്ത് പോയി പണി നോക്കുന്നേ പറയാനുള്ളൂ. എന്തരാ വരട്ടെ.